ഗായ്സ് നമ്മളെ വീട്ടിൽ നിന്ന് എരുന്ത് കറിയാണ്. അപ്പം ഇന്നലെ ഞാനും ഏട്ടനും പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഇത്. എരുന്ത് ഇനി കറി വെച്ചാലും താളിച്ചാലും തേങ്ങരച്ച് വെച്ചാലും തേങ്ങരച്ച് വെച്ചില്ലെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എങ്ങനെ വെക്കുക എന്ന് കാണിച്ചു തരാം. വാ. എരുന്ത് ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്, ഒരു തക്കാളി മുറിച്ചിട്ടുണ്ട്, 2 പച്ചമുളക് മുറിച്ചിട്ടിട്ട് നല്ല തീയിൽ അങ്ങോട്ട് വേവിക്കാട്ടോ. നല്ല ആവിയിൽ അങ്ങോട്ട് കടന്ന് വേവുമ്പോൾ സെറ്റാവും. ആ നേരം കൊണ്ട് ഞാൻ തേങ്ങ അരച്ചെടുക്കാട്ടോ. വലിയ ജീരകവും പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി ചെറിയൊരു ചുവന്നുള്ളിയും കൂടി എടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാട്ടോ. അങ്ങനെ ഞാൻ ആ അരിപ്പിൻ്റെ കൂടെയാണ് ഞാൻ നമ്മളെ പൊടികളിടുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട്. മല്ലിപ്പൊടി ഞാൻ ഒന്ന് കുറച്ച് തോനെടുത്തിട്ടുണ്ട് മുളക് പൊടി അപേക്ഷിച്ചിട്ട്. അങ്ങനെ ഞാനിത് എരുന്ത് തുറന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ തിളച്ച് വന്ന് നമ്മുടെ കറി ഇവിടെ സെറ്റാകും കേട്ടോ. ഏകദേശം ഇത് സെറ്റായി കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് മക്കളെ, ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്ത് താളിച്ചതാണെങ്കിലും കറി വെക്കണമെങ്കിലും അടിപൊളിയാണ്. ഇത് നമ്മൾ റേഷൻ അരിൻ്റെ കൂടെ തിന്നാനായിട്ട് അടിപൊളി. പക്ഷെ നമ്മളെ വീട്ടിൽ കുറുവായതുകൊണ്ട് ആ ഒരു ചോറ് രസം ഉണ്ടാവില്ല. പക്ഷെ കറി അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞിട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ.